അപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നാട്ടിലെത്തുമെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എയർ ഇന്ത്യ ഇപ്പോൾ ഓൾറെഡി 2 ടൈം അവർ ചേഞ്ച് ചെയ്തു അല്ലേ, റീഷെഡ്യൂൾ ചെയ്തു. എന്താ ചെയ്യുക, പെട്ടിരിക്കുക. ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റിന്റെ അതെ, മൊത്തത്തിൽ ഞങ്ങൾ പെട്ട് നിൽക്കുവാണ്. എന്താ ചെയ്യാൻ പറ്റാന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും ക്യാൻസൽ ആവും. അതെ, ഇന്നലെ വലിയ വിനോദമൊക്കെ അടിച്ചതാണ് ഞങ്ങൾ നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന തോന്നുന്നത്. നാട്ടിൽ പോണോ? എന്നാ എയർ ഇന്ത്യയോട് പറ ക്യാൻസൽ ആക്കല്ലെന്ന് പറ. ക്യാൻസൽ ആക്കണ്ടേ? ആക്ച്വലി ഇന്നലെ വരെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇന്നലെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇത് ഒന്ന് റീഷെഡ്യൂൾ ആയെന്ന് പറഞ്ഞ് ഇത് മെസ്സേജ് വന്നത്. അന്നേരം തൊട്ടേ ഞങ്ങൾ ഡൗൺ ആയി. അന്നേരം തൊട്ട് കിളി മാറി. ഇനി എയർ ഇന്ത്യയിൽ ഫുഡ് കിട്ടില്ലെന്ന് പേടിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കും കേട്ടോ. ആൾക്കാർ വിചാരിക്കേ ഇവന്മാരെപ്പോഴും എയർ ഇന്ത്യനെ കുറ്റം പറയുകയും അവസാനം അതിന് തന്നെ പോവുകയും ചെയ്യും. ഫ്ലൈറ്റില്ല. അപ്പൊ നമ്മളിത് ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഒന്നാമത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അല്ലേ ആമി? അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ, ചിക്കൻ ഫ്രൈഡ് റൈസ്. ആമിക്ക് ആപ്പിൾ ജ്യൂസ്. മുംബൈയിൽ നിന്ന് വന്നതിന് ശേഷം നല്ലൊരു ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് ഇവിടുന്ന് ഇന്ന് ആദ്യമായിട്ടാണ്. ഇത് കൊള്ളാം, നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. കാണാൻ തന്നെ രസമില്ല. ആമി കഴിക്കാം. ഇപ്പൊ നമുക്ക് കഴിക്കാം. കണ്ട എങ്ങനെ ആള് മാറിയ നോക്ക്. ഫുഡ് വരുന്നതിന് മുന്നേ ഇവിടെ എന്തായിരുന്നു? ഇന്ന് 23-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് എന്തോ ട്രംപ് എന്തോ 48 മണിക്കൂർ വാണിംഗ് എല്ലാം കൊടുത്തത് ഇന്ന് അവസാനിക്കുന്നത്. എന്താവോ എന്തോ. അമേരിക്കന്റെ ഫ്ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടോ അവിടെ? മിസൈല് വന്ന് കേറോ? സമാധാനം. 3 പേര് ഒന്നിച്ചിട്ടുണ്ട്. ചാവുന്നുണ്ടെങ്കിൽ 3 പേര് ഒന്നിച്ച് ചാവാന്നുള്ള. വേറൊരു കാര്യമുണ്ട്, ഇവിടെ അങ്ങനെ യുദ്ധത്തിൻ്റെതായ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല അല്ലേ, സാധാരണ പോലെ തന്നെ. പക്ഷെ കുറച്ച് ബിസി കുറവാതെ പോലെ തോന്നി. അറിയില്ല, നമ്മളാണെങ്കിൽ കറക്റ്റ് ഈ സമയത്ത് തന്നെയാണ് പോകുന്നത്. കറക്റ്റ് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ എടുത്തു കേട്ടോ ആക്ച്വലി നമ്മള് ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലേ. ഡ്യൂട്ടി ഫ്രീയുടെ പടിവാതിക്കലെത്തിന് ഇപ്പൊ ഉണ്ട് കേട്ടോ. അബി ഞാൻ നിൽക്കുന്നില്ല, പൊക്കോ പുറകെ വരാൻ. ഞാനൊന്നും അടിയാക്കില്ല. ഞാനാന്ന് അബിനോട് പറഞ്ഞ ഡ്യൂട്ടി ഫ്രീ വന്ന് മേടിച്ചാൽ മതി. അതുകൊണ്ടില്ല പുറകില് ജെയിംസൺ ഒക്കെ ഇരിക്കുന്നത് 2439. അതും എല്ലാം 1 ലിറ്റർ ആണ് അല്ലേ. ഭർത്താവിന്റെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. പക്ഷേ അബി ലിമിറ്റ് വെച്ച് അടിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ലിമിറ്റ് കൺട്രോൾ പോയി തുടങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ഞാൻ ഇതാകും അല്ലേ ചേ. സകലതും അടിച്ചു കഴിഞ്ഞ ഞങ്ങള് ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ വുമൺസിന്റെ സ്മെല്ല് കൊള്ളില്ല കേട്ടോ. നിനക്കെന്താടി വേണ്ട ആമി? ആമി നമ്മളിവിടെ പെർഫ്യൂം ടെസ്റ്റ് ചെയ്തേ ആമി ചെല്ലുന്നു അടിക്കുന്നു മണത്തോക്കുന്നു, ചെല്ലുന്നു അടിക്കുന്നു മണത്തോക്കുന്നു അല്ലേ ആമി? കുറെ ഉണ്ട് കയ്യില്. ഡാഡിയുടെ കയ്യിൽ ഒരെണ്ണം ഏൽപ്പിച്ചിട്ടുണ്ട്. കളയിൽ അവിടെ ഇടല്ലേ, പോക്കറ്റിലിട്. അബി ഇത് ഇവിടെ അബിയുടെ പൊന്നോമന കുപ്പികള് ഭയങ്കര കെയർഫുൾ ആയിട്ട് എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പൊട്ടൂലായിരിക്കും. അതിന്റെ ഇടയിലോട്ടെ കുറച്ച് ക്ലോത്ത്സ് അങ്ങ് കയറ്റിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ മേടിച്ച ബോട്ടിലൊക്കെ നമ്മുടെ ലഗേജിലോട്ട് കയറ്റുവാണ് കേട്ടോ. ജോണി വാക്കർ മറ്റേ കോംബോ ഓഫറിൽ കിട്ടി, അത് സ്പെഷ്യൽ എഡിഷൻ. സത്യം പറഞ്ഞ എന്ത് ലാഭം അബി ഇവിടെ. ഭയങ്കര ലാഭമാണ്. ഞാൻ പറയുന്നത് നമുക്ക് എന്നും ഇങ്ങനെ വന്നാലോ. അതെ, എന്നും എങ്ങോട്ടും ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടേ വന്നിട്ട് പോയാലോ. അല്ല ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നാട്ടിൽ പോകുന്നവര് ഇവിടുന്ന് മേടിച്ചിട്ട് പോകുന്ന സത്യം. കാരണം 2 ബോട്ടിലിനൊക്കെ 1 ബോട്ടിലിന്റെ പകുതി പൈസയൊക്കെ വരുന്നുള്ളൂ. എന്ത് ചെയ്യാൻ? അപ്പൊ എല്ലാവരും പാക്ക് ചെയ്ത് വെച്ചു. കുറച്ച് പെർഫ്യൂംസും മേടിച്ചിട്ട് അതെ, നാട്ടിൽ കൊണ്ടേ തീർക്കേണ്ട പൈസ ഇവിടെ തന്നെ തീർത്ത്. അത് വേറെ കാര്യം കേട്ടോ. ഇനി നാട്ടിലാരോടെല്ലാം കടം മേടിക്കേണ്ടി വരും. ഡ്യൂട്ടി ഫ്രീ തീർത്ത്. അതല്ല ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ആരെങ്കിലും ചിലവര് വരും ഉപയോഗിക്കാം. നമ്മളിത് ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അവിടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ തിരക്കിച്ചിരി കഴിഞ്ഞിട്ട് മാറ്റുക ടൈം മാറ്റി. ഇപ്പൊ 3 തവണ മാറ്റി ടൈം ഓൾറെഡി. Boarding time. Ladies and gentlemen, AIM-112 to Delhi is currently boarding and passenger requires special assistance, including those in wheelchair and guests. നല്ല പേടിയുണ്ടായിരുന്നു ക്യാൻസൽ ആയി പോകുന്നു. അങ്ങനെയാണെങ്കിൽ തീർന്നു. 1 മാസത്തെ ലീവും പോയി. എന്താ ദൈവമേ, ഒരു മാസം ലീവ് പോലും. ഇവിടെ
ക്യാമ്പിങ്ങിന് പോവാം 1 മാസത്തേക്ക് എന്താ പറയുന്നത് അല്ലേ? ഒരു സ്കോട്ട്ലൻഡ് ലേക്ക് ഡിസ്ട്രിക്ട് അങ്ങനെ ഇടയിലൊക്കെ പോയിരുന്നു. പൈസ തിരിച്ചു തന്നാലും ഗ്യാരണ്ടി. അതെ. അങ്ങനെ ഫൈനലി നമ്മളിത് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോകട്ടോ. മിസൈലൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിച്ചോ. ഫ്ലൈറ്റ് എയർ ഇന്ത്യ. ലാസ്റ്റ് ടൈമൊക്കെ പോയതിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഫാർ ബെറ്റർ ആണ് കേട്ടോ. എല്ലാം വർക്ക് ആവുന്നുണ്ട് എന്റർടൈൻമെന്റ് സിസ്റ്റം. ഇവിടെ ഒരാൾ തീരുമാനം തുടങ്ങിയ എങ്ങനെയുണ്ട് അമ്മി? അമ്മ എന്തുണ്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? കൊള്ളാം അല്ലേ? പക്ഷെ നമുക്ക് പണി കിട്ടി. നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് അല്ല കിട്ടിയത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓൾറെഡി റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് വിൻഡോ സീറ്റൊക്കെ എടുക്കും. അതെല്ലാം പോയി. ഇപ്പം മിഡിൽ സീറ്റ് ആട്ടാ. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും വിൻഡോ ഉണ്ട്, ദൂരേന്ന് കാണാം. ഇല്ലടി അമ്മി, എനിക്ക് അതല്ല വിഷമം. എക്സ്ട്രാ പേയ്മെന്റും കൂടി കൊടുത്തോണ്ടാണ്. അത് എത്ര നമ്മൾ കൊടുത്തേ? 8000 രൂപ കൊണ്ട് കൊടുത്തില്ലേ? ഒരു സീറ്റിന് 15 പൗണ്ട് വെച്ചിട്ടെങ്ങാണ്ട് കൊടുക്കും. യാ മോനെ, അങ്ങനെ ചിക്കൻ വന്നിട്ടാ. ഇതേ നമ്മുടെ ഫുഡ് കിട്ടി. അടിപൊളി ഫുഡാട്ടോ. എയർ ഇന്ത്യയുടെ ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളിയല്ലേ? ഈ ഐസ്ക്രീം ആണോ തിന്നത് ആദ്യം? ഡെസേർട്ട് കഴിക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? വലിയ കുഴപ്പമില്ല. അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എന്നൊക്കെയാ ഉള്ളതെന്ന് അറിയാമോ? ചിക്കൻ കറി, പിന്നെ ജാസ്മിൻ റൈസ്, ബ്രക്കോളി, പിന്നെ ബ്രക്കോളി ചെന മസാല, അങ്ങനെ എന്തൊക്കെയാ സാധനങ്ങളാണ് കേട്ടോ. അറിയില്ല. വായിൽ വെള്ളം ഇത് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടോ ഡൽഹിയില്. നമ്മൾ വന്ന എയർ ഇന്ത്യ അടിപൊളി എയർ ഇന്ത്യ ആയിരുന്നു കേട്ടോ അല്ലേ? ഇവിടെ നമുക്ക് നമ്മുടെ ടെർമിനലിലേക്ക് നമുക്ക് ഇങ്ങനെ ഷട്ടിൽ സർവീസ് ഉണ്ട്, അങ്ങനെ പോവാം. ഗായ്സ്, അങ്ങനെ ഞങ്ങളിത് ഡൽഹിയിൽ എത്തിയിട്ടോ. ഡൽഹിയിലെ ഒരു സംഭവ ബഹുലമായിട്ടാണ് എത്തിയത് അല്ലേ? എൻ്റെ അമ്മ എന്നാ കുലുക്കുമായിരുന്നു അറിയാം. ടർബുലൻസ് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് വറച്ചു പോയി. അമ്മാതിരി കുലുക്കുമായിരുന്നേ. ഡാഡിയും മോളും കൂടി ഇവിടെ കിടന്ന് മറിയുവാണേ. എന്നാ പരിപാടി ഇവിടെ? ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഉറക്കാൻ പോവാം. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിലാണ് കേട്ടോ. നമ്മളങ്ങനെ ഡൽഹിയിൽ നിന്ന് നമ്മുടെ ബാംഗ്ലൂരേക്കുള്ള ഫ്ലൈറ്റിൽ കയറി കേട്ടോ. അതെ, നമ്മളിങ്ങനെ ഇരിക്കണേ. അബിയും അല്ല ആമി ഞാനിവിടെ, അബി ഫ്രണ്ടില്ല. ഓക്കെ, ഞാൻ എഞ്ചിന്റെ മുകളിലായിരിക്കും. ഇതേ ഫൈനലി നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിട്ടോ. നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ ആമി നോക്കിയേ. ആമി, ഇതെന്തുവാടി? എലിഫൻറ്റോ? വാ, അങ്ങോട്ടുണ്ട്. അവിടെ കുറേ 3 എണ്ണം ഉണ്ട്, അങ്ങോട്ട് പോവാ. വാ. നല്ല ചൂടാട്ടോ, 30 ഡിഗ്രിയാണ്. നല്ല ചൂട് മീൻസ് നമ്മളെ ഓക്കെയാണ് അല്ലേ? വെയിൽ കൊണ്ടപ്പോൾ നല്ല ചൂടായിരുന്നു. എടി വേണ്ടേ, ഇത് നിന്റെ പോലത്തെ കുഞ്ഞാന. ആ, അതിനകത്ത് ഇറങ്ങണ്ട കേട്ടോ. അതിനകത്ത് ഇറങ്ങിയാ പണിയാ. ഇവിടെ നിന്ന് കണ്ടാൽ മതി. കണ്ടോ, ഇത് ആമി, അത് ആമിയുടെ ചേട്ടൻ, അത് അപ്പ, ഇത് അല്ല ഇത് ഡാഡി, അത് മമ്മി. അതിന് കൊമ്പില്ലല്ലോ. ഇതാ കുറച്ച് ബിഗ്. കണ്ടോ, ഇഷ്ടമായ നിനക്ക്? ഇനി നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് ഇൻഡിഗോ ആട്ടോ. ഇൻഡിഗോ മാംഗ്ലൂരേക്കാണ് അടുത്ത ഫ്ലൈറ്റ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ വന്നത് ടെർമിനൽ 3-ലായിരുന്നു. ഇപ്പോൾ നമ്മളെ ടെർമിനൽ 1-ലേക്ക് കൊണ്ടുപോയിട്ടു കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു അവരുടെ. പെട്ടിയെല്ലാം എടുത്ത് അവർ പാക്കാക്കി സെറ്റാക്കി തന്നു. കണ്ട അല്ലേ ആമി? ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മാംഗ്ലൂർ ഫ്ലൈറ്റിലേക്ക് പോകണം. ഇൻഡിഗോ ആട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. അതിന് മുന്നേ മസാല ദോശ കഴിക്കണോടി? മംഗലാപുരത്ത് നിന്ന് കഴിക്കാം അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അകത്തേക്ക് പോവാം. അപ്പം ബാംഗ്ലൂർ എയർപോർട്ടാട്ടോ. ആ, ഇതിൻ്റെ നമ്മളവിടെ
പക്ഷെ അതിനകത്തോട്ട് പോകാൻ പറ്റിയില്ല. അത് ടെർമിനൽ 2 ആയിരുന്നല്ലേ? ആ അതിനകമൊക്കെ അടിപൊളിയാണ് കാണാൻ. ചിലപ്പോൾ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ആ നോക്കി നോക്കാം. ശരിക്കും ഇന്റർനാഷണൽ ഇതിനകത്ത് പോകണ്ടേ. ഫൈനലി നമ്മൾ മംഗലാപുരത്തേക്കുള്ള വണ്ടി കയറാൻ വേണ്ടി പോവാട്ടാ. ഒച്ചപ്പാടും ബഹളൊക്കെ ആക്കിയതാ പോകുന്നത്. സന്തോഷം. ഇന്നലെ ഇറങ്ങിയതാണ് കേട്ടോ നമ്മള്. എന്നാ ഇറങ്ങിയത്? ഇന്നലെ ഇറങ്ങിയതാണോ പിരിക്കാതെ ഇറങ്ങിയതാണോ? ഒരു പിടി കിട്ടുന്നില്ല. ഫൈനലി ആഫ്റ്റർ 2 years. After 2.5 years. Yes. എന്തായാലേ ഇഷ്ടപ്പെട്ടു എനിക്ക്. ക്ലൈമറ്റ് നല്ല ചൂട്. ഇത്തവണ വെയിലത്ത് പോയി കിടക്കണം. അതെ. ബിരിയാണി നിൽക്ക്. വിറ്റമിൻ ഡി എടുക്കണം. ആഫ്റ്റർ എ ലോങ് ടൈം സമാധാനത്തോടുകൂടി ഇരിക്കാൻ പോകാൻ സുഹൃത്തുക്കളെ. അത് ഞങ്ങളുടെ അടുത്തുനിന്ന് മാറിയിരിക്കുന്നോണ്ടാണ്. ഞങ്ങളുടെ അടുത്തുനിന്ന് മാറിയിരിക്കുന്നോണ്ടാണ്. ഇനി 1 മണിക്കൂർ ഇരുന്നാൽ പോരാ. അതുകൊണ്ട് പറഞ്ഞാൽ. ഓ ശരി. ആമി, നമ്മൾ ഈ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം അല്ലേ ആമി കയറുന്നത്? ഇൻഡിഗോയിൽ അല്ലേ ആമി? അങ്ങനത്തെ ഫൈനലി ഞങ്ങൾ മംഗലാപുരത്ത് എത്തി കേട്ടോ. വീട്ടിൽ നിന്ന് കൂട്ടാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ കയറി വീട്ടിൽ പോവാ, കിടന്നുറങ്ങുക അല്ലേ. ഒത്തിരി സന്തോഷം. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഒടുവിൽ നമ്മുടെ മംഗലാപുരത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേ നമ്മുടെ പെണ്ണ് ഇവിടെ ഉണ്ട്. എന്നാ തിന്നുന്നേ? മുട്ടായി. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ടേബിൾ ടോപ്പ് ലാൻഡിങ്? പിന്നെ ഒന്ന് പേടിച്ചു പോയി കേട്ടോ. പക്ഷേ പേടിക്കാനൊന്നുമില്ല. പേടിക്കാനില്ല അല്ലേ? ഓക്കെ. പക്ഷെ ഇത്തവണത്തെ വരവെല്ലാം ഒരുമാതിരി ആയിരുന്നു. ലാൻഡിങ്ങും എല്ലാം ഒരുമാതിരി പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. കണക്ഷൻ എടുക്കുമ്പോൾ കണക്ഷൻ എടുക്കും. അയ്യോ എല്ലാം വള്ളി തന്നെ. നമുക്ക് പറ്റൂലല്ലോ ഇത്. ഇപ്പൊ നമ്മൾ പോവാണ് കേട്ടോ പുറത്തോട്ട്. പ്രവാസ ജീവിതം ഉപേക്ഷിച്ചിട്ട് ഇടവേളക്ക്. അമ്മ കണ്ട അമ്മേനെ? കണ്ടുപിടിച്ചോ നീ അമ്മേനെ? എയർപോർട്ടിൽ വന്നു, നാട്ടിൽ വന്നു അല്ലേ? അവിടെ കിട്ടും. എന്തിനാ നിന്നെ കളിപ്പാട്ടം? അങ്ങനത്തെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ആമി ഇതാരാടി? ഇത് നിന്റെ വീടാണോ? നിന്റെ വീട്ടിലെത്തി. ഞാലിപ്പേനെ ജസിമേനെ കണ്ട് അല്ലേ? അങ്ങനെ സംഭവബഹുലമായ യാത്രയ്ക്കൊടുവിൽ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലേ. അപ്പോൾ ഇനി കിടന്നുറങ്ങണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞ് ട്രാവൽ വീഡിയോ ആയിരുന്നു അല്ലേ. 36 മണിക്കൂറായി നമ്മൾ ഇറങ്ങിയിട്ട് വീട്ടിൽ. എങ്ങനെയാണ് പിന്നെ വിശേഷങ്ങളൊക്കെ? ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. എന്തായിപ്പാ കാര്യങ്ങളെല്ലാം എങ്ങനെയാന്ന്? അമ്മി നിന്റെ ചേച്ചിമാരൊക്കെ ചേച്ചി പോയോ? ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ, നമ്മളെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡുകളിൽ കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ ബൈ.